നിങ്ങൾ ഈ വീഡിയോൻ്റെ സൈഡിൽ കാണുന്ന ഈ ഡെലുലു കുട്ടി, ഈ ക്യൂട്ട് പൂക്കി, ഈ കുട്ടി ഡെഡ്ലി ഡേഞ്ചറസ് ആണ് എന്നാണ് ഇന്നലെ ന്യൂസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഡെഡ്ലി ഡേഞ്ചറസ് ആണെങ്കിൽ പോലും സോഷ്യൽ മീഡിയ ഈ ഡെലുലുവിനെ ഭയങ്കരമായിട്ട് എടുത്ത് ആഘോഷിക്കുന്നതായിട്ട് ഇന്നലെ കണ്ടു. ഈ ന്യൂസിൽ എനിക്ക് കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. ഓക്കെ, ആ കൺഫ്യൂഷൻസ് ആണ് ഞാനിവിടെ പറയുന്നത്. മേ ബി റൈറ്റ്, മേ ബി റോങ്, ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് പോവാം. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും തേൻകണിയാണ് വിഷയം. കേരളത്തിലെ ഇപ്പോഴത്തെ ടോപ്പ് ബിസിനസ്സുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ വൺ ഓഫ് ദ ടോപ്പ് ബിസിനസ് തേൻകണിയാണ്. സോഷ്യൽ മീഡിയ വഴി ആരെങ്കിലുമൊക്കെ പരിചയപ്പെടുക, ഒരു ലേഡീനെ വെച്ച് ആ വ്യക്തിയെ മെസ്സേജ് അയപ്പിക്കുക, അല്ലെങ്കിൽ ലേഡി പ്രിറ്റൻഡിങ് ആ ലേഡി എന്ന് പറഞ്ഞിട്ട് ആ ലേഡിയുടെ പ്രൊഫൈൽ ഉണ്ടാക്കി, ആ ലേഡി അറിഞ്ഞുകൊണ്ട് തന്നെ കേട്ടോ ഒരു പ്രൊഫൈലൊക്കെ ഉണ്ടാക്കി, അതിനകത്ത് നിന്നൊരു ആൺകുട്ടി ഓപ്പോസിറ്റ് സൈഡിലുള്ള ആളെ കുറേ മെസ്സേജസ് അയച്ച് അയാളൊരു റൂമിലേക്ക് വിളിച്ചു വരുത്തി തേൻകണിയിൽ പെടുത്തി അതിന് കുറേ ഫോട്ടോ വീഡിയോസൊക്കെ എടുത്ത് അയാളെ ഭീഷണിപ്പെടുത്തുന്നു, പൈസ വാങ്ങുന്നു. ഈ ഒരു സെറ്റപ്പ്, ഇതിപ്പോൾ എപ്സ്റ്റീൻ ഫയൽസൊക്കെ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് വേർഷൻസ് ആണ്. അതിൻ്റെ ഒരു മീഷോ 144p ആണ് ഇപ്പോൾ കേരളത്തിലെ മെട്രോ സിറ്റി എന്നല്ലേ, ഇത് എല്ലാ മുക്കിനും മൂലയിലും ഈ പരിപാടി നടക്കുന്നുണ്ട്. ഒരു ഹൈ പ്രൊഫൈൽഡ് ഓർ നോർമൽ ഹൂഎവർ ഇറ്റ് ഈസ്, ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിനെ, അത് ഒരു ആൺകുട്ടിയെ പെടുത്താൻ, അവൻ്റെ ഇമോഷൻസിനെ വെച്ച് കളിച്ചെടുക്കാൻ പറ്റിയ പരിപാടി എന്ന് പറഞ്ഞാൽ തേൻകണിയാണ് എന്നുള്ളത് അറിയുന്നവർ ഈ സാധനം വെച്ച് കളിക്കും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുക, അതിൽ നിന്ന് ഉടായ്പ ഉണ്ടാക്കുക, ഈ സെറ്റപ്പ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഭയങ്കരമായിട്ട് കൂടുതലുമാണ്. ഫൈൻ, ഇപ്പോൾ തേൻകണിയാണ് വിഷയം. ഈ ക്യൂട്ട് കുട്ടി തേൻകണിയുടെ ഭാഗമായിട്ടുള്ളൊരു കുട്ടിയാണ് എന്നുള്ളതാണ് ഇന്നലെ ന്യൂസ് വഴി പുറത്തു വന്നത്. നമ്മൾ ഡ്രാമ ക്യൂനായിട്ടുള്ള വീണ ജോർജിനേക്കാൾ കൂടുതൽ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വൈറലായത് ഈ പൂക്കികളാണ്. നമുക്ക് ആദ്യം ന്യൂസ് കാണാം. വടക്കൻ പറവൂർ കുത്തിയത്തോട് ചാലക്കക്കടവിൽ വീട്ടിൽ ഷുക്കൂർ മകൾ 27-കാരി ഷഫാന ഷുക്കൂർ, ആൺസുഹൃത്ത് തൃപ്പൂണിത്തുറ ഇരുമ്പനമ്മനയിൽ മഠം വേണുഗോപാൽ മകൻ 32-കാരൻ അമൽ വേണുഗോപാൽ, സുഹൃത്തുക്കളായ ജോൺ രാഹുൽ, ആനന്ദ് മുരുകൻ, ഇവർ 4 പേരും ചേർന്നൊരുക്കിയ കെണിയിൽ വീണത് കൊല്ലം സ്വദേശിയായ ഭിന്നശേഷിക്കാരൻ അമൽ ദേവ്. സമൂഹ മാധ്യമം വഴിയാണ് അമൽ ദേവ് സഫാനയെ പരിചയപ്പെട്ടത്. സ്ഥിരമായി സഫാനയ്ക്ക് മെസ്സേജുകൾ അയച്ചിരുന്നു. ഒടുവിൽ ഞായറാഴ്ച വൈപ്പിനിൽ കാണാമെന്ന് അമൽദേവ് സഫാനയോട് പറഞ്ഞു. എന്നാൽ വൈപ്പിന് പകരം കടവന്ത്ര മനോരമ ജംഗ്ഷനിലെ ഹോട്ടലിലേക്ക് വരാൻ സഫാന അമൽദേവിനോട് ആവശ്യപ്പെട്ടു. ഹോട്ടലിലെത്തിയ അമൽദേവ് കാണുന്നത് സഫാനയുടെ ആൺ സുഹൃത്ത് അമൽ വേണുഗോപാലിനെയും ജോൺ രാഹുലിനെയും ആനന്ദ് മുരുകനെയും. സഫാനയുടെ ഫോൺ ഉപയോഗിച്ച് അമൽ വേണുഗോപാൽ ആയിരുന്നു മെസ്സേജുകൾ അയച്ചിരുന്നതെന്ന് അപ്പോഴാണ് അമൽദേവ് തിരിച്ചറിഞ്ഞത്. സഫാനയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഇവർ അമൽദേവിനെ നിർബന്ധിച്ചു. വിസമ്മതിച്ചതോടെ അമൽദേവിനെ ഭീഷണിപ്പെടുത്തി വിവസ്ത്രനാക്കി. തുടർന്ന് പ്രതികൾ മാറി മാറി ഇയാളുടെ മുഖത്തടിക്കുകയും മുതുകിൽ ചവിട്ടുകയും ചെയ്തു. ഇതിനിടെ ടോർച്ച് ഉപയോഗിച്ച് അമൽദേവിന്റെ വലത് കൈപ്പത്തിക്കും അടിച്ചു. കേൾവിശക്തിയും സംസാരശേഷിയും ഇല്ലാത്ത അമൽദേവിന്റെ നഗ്ന ദൃശ്യങ്ങളും ഇവർ പകർത്തി. ജോൺ രാഹുലിനെയും ആനന്ദ് മുരുകനെയും ആദ്യം പിടികൂടി. സഫ്നയെയും അമലിനെയും ഇന്ന് ഉച്ചയ്ക്കാണ് വരാപ്പുഴയിൽ നിന്ന് കടവന്ത്ര പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ ചോദ്യം ചെയ്തതോടെയാണ് ഈ ആസൂത്രണത്തിന്റെ ചുരുളഴിഞ്ഞത്. ഇരുവരും കാക്കനാട് വാഴക്കാലയിലെ വേഴ്സസ് ലോഡ്ജിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. സഫ്നയുടെ ഫോൺ ഉപയോഗിച്ച് അമലായിരുന്നു ഈ ഭിന്നശേഷിക്കാരനായ അമൽദേവിന് തുടർച്ചയായി മെസ്സേജുകൾ അയച്ചുകൊണ്ടിരുന്നത്. അന്ന് 22-ാം തീയതി രാത്രിയിൽ ആ ഹോട്ടലിലേക്ക് വരാനും അമല് തന്നെയായിരുന്നു സഫ്നയുടെ ഫോണിലൂടെ നിർദ്ദേശിച്ചത്. പ്രതികൾക്കെതിരെ കൊലപാതക കുറ്റമടക്കം ചുമത്തിയ പോലീസ് 4 പേരെയും രാത്രി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് കേസ്. ഈ കേസിനകത്ത് മതസൗഹാർദ്ദത എന്തായാലും ഉണ്ട്. ഉടായ്പ കാണിക്കാനാണെങ്കിൽ ജോണും അമലും ഷഫിനെയൊക്കെ ഒന്നിച്ച് ചേരുന്നുണ്ട്. ഇതിൽ എനിക്ക് തോന്നിയ 1-2 സംശയങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഈ വിഷയം ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ കാരണം ഈ ഷഫ്ന എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലേഡിയുടെ ആറ്റിറ്റ്യൂഡാണ്. ഓക്കെ, ഇവർ മീഡിയേൻ്റെ മുന്നിൽ വന്നിട്ടുള്ള അവരുടെ ഒരു ചിരി, അവരുടെ ആറ്റിറ്റ്യൂഡ്, അതായത് ഇങ്ങനത്തെ ഒരു കേസിൽ പിടിച്ച ഒരാൾ നോർമലി എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക എന്നുള്ളത് നമ്മൾ സൊസൈറ്റി തിങ്ക് ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റ് ഉൾട്ടയായിട്ട്. ഞാനപ്പോൾ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ അടുത്ത കാലത്ത് ലഹരി കേസുകളിലും ഇതേപോലത്തെ ഫ്രോഡ് പരിപാടികളിലൊക്കെ പിടിച്ച സ്ത്രീകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ടത്തെ പോലെ മുഖം കാണിക്കാതെ അല്ലെങ്കിൽ മുഖം മൊത്തം മറച്ച് മുഖം മൂടി അങ്ങനെ നടക്കുന്നവരുടെ എണ്ണം കുറവാണ്. എല്ലാവരും വളരെ കൂളായിട്ടാണ് നിൽക്കുന്നത്. കം ഓൺ, ടേക്ക് മൈ ഗുഡ് പിക്സ് ആൻഡ് അപ്ലോഡ്. 2 days അത്രയേ ഉള്ളൂ. ഈ ന്യൂസ് കഴിഞ്ഞാൽ ഇത് പോയി. ഫ്രം ദ വെരി നെക്സ്റ്റ് ഡേ ഞങ്ങൾ പുറത്തിറങ്ങുന്നു, ഞങ്ങൾ നിങ്ങളെ പരിപാടി. ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് സ്പെഷ്യലി പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും, ക്രൈം ചെയ്യുന്ന എല്ലാവർക്കും അങ്ങനത്തെ ഒരു തരം ഒരു ധൈര്യമുണ്ട്. അത് കൊടുത്തത് ഇവിടുത്തെ സിസ്റ്റവും പിന്നെ ഇത്രകാലം കേരളം ഭരിച്ചു മുടിച്ച പിണു സർക്കാരുമാണ്, പിന്നെ പിണുവിൻ്റെ അണ്ടറിലുള്ള പോലീസും. അല്ലാതെ എന്ത് പറയാനാണ് ഇതിന്? ഓക്കെ, ഇനി എനിക്കിതിൽ തോന്നിയ കുറേ വേരിയേഷൻസ് ഉണ്ട്. അതായത്
ഈ ഒരു പെർട്ടിക്കുലർ കോണ്ടൻറ്റ് പല ന്യൂസ് ചാനലുകളിലും അപ്ലോഡായപ്പോൾ ഒരു കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചു. അത് ഇവരുടെയൊക്കെ ധൈര്യം നിയമത്തിന് അവരെ തൊടാൻ പറ്റില്ലല്ലോ എന്നുള്ളതാണെന്ന് പറഞ്ഞൊരു പയ്യൻ ഈ പെൺകുട്ടിയുടെ വീഡിയോന് അടിയിൽ കമൻ്റ് ഇട്ടപ്പോൾ, നോ ഷീ ഈസ് മെൻ്റൽ പേഷ്യൻറ്റ്, മദർ ഓഫ് 2 children, ഞാൻ ജോലി ചെയ്ത ഹോസ്പിറ്റലിൽ പേഷ്യൻ്റ് ആയിരുന്നു, ഡി അഡിക്ഷന് വന്നതാ ഫോർ MDMA. അങ്ങനെ ഒരു കോമെൻറ്റ് കാണാനിടയായി. ഓക്കെ, ഇഫ് ഷീ ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് എ ബാക്ക്ഗ്രൗണ്ട്, ലഹരിയുടെ ഇൻഫ്ലുവൻസിൽ ലൈഫ് കൊണ്ടുപോയി തൊലച്ച ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയുള്ള പോലീസ് വിളിക്കുമ്പോൾ ഹൂ കേസ് എന്ന് പറഞ്ഞ സാധനം വരൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ മൊത്തം ടീം ഒരു ലഹരി ഗ്യാങ് ആണോ, എന്താണ് ഇവരുടെ പ്രീ പരിപാടികൾ എന്നുള്ളതൊക്കെ നോക്കണം. മനസ്സിലായോ? ഇവർക്ക് എന്തെങ്കിലും ആൻറ്റിസിഡൻസ് ഉണ്ടോ? അതിൽ തന്നെ ഈ ലേഡിക്കൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവരുടെ ലഹരി ബന്ധങ്ങൾ കൃത്യമായി പോലീസ് അന്വേഷിക്കണ്ടേ? എസ്പെഷ്യലി കൊച്ചി ബേസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞല്ലോ, ജെൻസി ക്രൗഡിൻ്റെ ഇടയിൽ ആൻഡ് 90s കിഡ്സോ അല്ലെങ്കിൽ ജെൻസി ക്രൗഡോ ഇനി ഏത് ജനറേഷൻ നിങ്ങൾ എടുത്ത് നോക്കിക്കോ, ഇവരൊക്കെ തമ്മിൽ കണക്റ്റ് ആവുന്നത് പണ്ടത്തെ പോലെ ഫുഡിലോ അല്ലെങ്കിൽ ഒരു സ്പോർട്ടിൻ്റെ മുകളിലോ അല്ല. ലഹരി എന്ന് പറഞ്ഞ ഈ ഒരൊറ്റ സാധനത്തിന്, ഈ ലഹരി എന്ന് പറയുമ്പോഴത്തേക്ക് പണ്ട് സിഗരറ്റ് വലിക്കാൻ പോകുമ്പോൾ സിഗരറ്റിൻ്റെ കമ്പനി, കള്ള് കുടിക്കാൻ പോകുമ്പോൾ കള്ള് കമ്പനി, നോ, ജോയിൻ്റ് കമ്പനിയാണ്, പൊടിക്കമ്പനിയാണ് എല്ലായിടത്തും. ഇവന്മാരെല്ലാവരും കൂടുന്നതൊക്കെ ഒരു ഫ്ലാറ്റിൽ. കാരണം ഫ്ലാറ്റ്സൊക്കെ അവൈലബിൾ ആണ് കൊച്ചി ഭാഗത്ത്, നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്യാം, ദിവസത്തിനും മണിക്കൂറിനും റെൻ്റ് കൊടുക്കുന്ന സെറ്റപ്പുകൾ വന്നിട്ടുണ്ട്. സോ അവിടെയൊന്നും ഒരു തരത്തിലുള്ള സെക്യൂരിറ്റി പ്രശ്നങ്ങളും ഇല്ല. പ്രത്യേകിച്ച് പോലീസോ ഡാൻസാഫോ നർക്കോട്ടിക്സോ കയറി ഇറങ്ങില്ല. അങ്ങനത്തെ ഒക്കെ സാഹചര്യത്തിൽ ഇവർക്ക് എവിടെ വേണമെങ്കിലും ഒരു പാർട്ടി ഹോസ്റ്റ് ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പം അങ്ങനത്തെ ഒക്കെ സാഹചര്യത്തിൽ ഇവർക്ക് കുറച്ചും കൂടി ഈ പൊടീൻ്റെയും വലിയൻ്റെയും മുകളിൽ കൂടാനുള്ള സ്ഥലങ്ങളായി. അപ്പം ഇത് കൊണ്ടുവരാനുള്ള ആൾക്കാരായി. എവിടെയെങ്കിലും എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ചു എന്നുള്ളൊരു കേസ് വരും. അത് സെലിബ്രിറ്റി കുടുങ്ങി അത് കുറച്ച് ദിവസം നിൽക്കും. അല്ലാത്ത പക്ഷം ഇത്ര ക്വാണ്ടിറ്റി പിടിച്ചു കഴിഞ്ഞു, അതിന് മുകളിൽ പിന്നെ വേറെ അന്വേഷണം നടക്കുന്നില്ലല്ലോ. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ കമൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അങ്ങനെ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ പോയി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ബിഹേവ് ചെയ്യും. ഇതൊരു ആസ്പെക്റ്റ്. ഇനി അടുത്തത്, ഞാനിവിടെ ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡും ഇന്നലെ ഇവർ സംസാരിച്ച മീഡിയയുടെ ഫ്രണ്ടിൽ സംസാരിച്ച പല കാര്യങ്ങളും ചിലരൊന്നും ശ്രദ്ധിച്ചില്ല. ഞാനൊന്നും ശ്രദ്ധിച്ചപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചാൽ ഇവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ ഇവർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ആ ചാറ്റും കൂടി ഒന്ന് എടുത്ത് കാണിക്ക്, നാട്ടുകാരൊക്കെ ഒന്ന് അറിയട്ടെ. ഓക്കെ, ചാറ്റൊന്നും എടുത്ത് കാണിക്ക്, നാട്ടുകാരറിയട്ടെ. അവൻ ചാറ്റ് ചെയ്ത് അവൻ കളിക്കാൻ വന്നതല്ലേ, മറ്റത്, ഇങ്ങനത്തെ കുറേ ഡയലോഗുകൾ ഇവർ ഇതിനിടയിൽ ക്യാമറ നോക്കി പറയുന്നുണ്ട്. ആൻഡ് ക്യാമറയുടെ മുന്നിൽ ഇവരുടെ ഒരു ധൈര്യം എന്താണെന്നുള്ളത് ഞാൻ ഒന്നും കൂടി ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് കണ്ടപ്പോഴാണ് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ പറഞ്ഞൊരു കാര്യത്തിൽ ഞാൻ പോയി ഹുക്ക് ചെയ്തത്. ഓക്കെ, ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ പറഞ്ഞൊരു കാര്യം ഇവിടെ കേട്ടോ, ഇത് കംപ്ലീറ്റ്ലി ശ്രദ്ധിച്ചോ നിങ്ങൾ. ഒരു ഡെഫൻഡമായിട്ട് സംസാരശേഷിയും കേൾവിശേഷിയും ഇല്ലാത്തൊരു പയ്യൻ, അയാൾ ഈ പെൺകുട്ടിയുമായിട്ട് ചാറ്റിംഗ് ഉണ്ടായിരുന്നു. ആ ചാറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഇവർ 5 പേരും കൂടെ അയാളെ ഇവർ താമസിക്കുന്ന ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവിടെ വെച്ച് ഉപദ്രവിച്ചുമായി ബന്ധപ്പെട്ടുള്ള കേസാണ്. 4 പേര് അറസ്റ്റഡാണ്. 308 പോലുള്ള വകുപ്പ് വെച്ചാൽ ഹണി ട്രാപ്പിന്റെ എലമെന്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിനകത്തൊരു കമ്മ്യൂണിക്കേഷൻ, ചാറ്റിങ്, ഇൻസ്റ്റാഗ്രാം വഴി ചാറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെരിഫൈ ചെയ്യുന്നുണ്ട്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള അങ്ങനെ എന്തുകൊണ്ട് ഇതുവരെ ഇപ്പോൾ അത് പ്ലാൻഡ് ആണ്. പരിക്ക് നല്ല പരിക്കുണ്ട്. ബാക്കിയുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങിയാലാണ് ബാക്കിയുള്ള ഇഞ്ചുറിയുടെ ആ ഒരു ഗ്രാവിറ്റി. ഇപ്പോൾ നിലവിലുള്ള ഇത് വെച്ചിട്ട് നമ്മൾ ഇനി ഒരാളും കൂടെ അറസ്റ്റാണ്. 5 പ്രതികളാണുള്ളത്. ആന്റിസിഡൻസ് ഉള്ളവരാണ്. ഇതിൽ ഈ ലേഡി ആയിട്ടുള്ള ആൾക്ക് പ്രീവിയസ്ലി ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ ബാക്കിയുള്ള 3 പേർക്ക് ആന്റിസിഡൻസ് ഉണ്ട്. താങ്ക് യു.
ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഇവരെ പിന്നിൽ നിർത്തിയും കൊണ്ട് തന്നെ ഇന്നലെ മീഡിയനോട് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഇതിനകത്ത് തേൻകെണിയുടെ എലമെൻറ്റ് പ്രത്യക്ഷത്തിൽ അവർക്ക് ഇവർ അറസ്റ്റ് ചെയ്തപ്പോൾ വരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് ഉണ്ട്. സോ ദാറ്റ് വിൽ ബി ദെയർ എന്ത് ആ ചിരിയുടെയും കോൺഫിഡൻസിൻ്റെയും ബാക്കിലുള്ള ഐറ്റം. മനസ്സിലായോ? പിന്നെ ആൻറ്റിസിഡൻസ് ഉണ്ട്, അത് ആ പയ്യന്മാർക്ക്, ഈ സ്ത്രീക്ക് ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഇങ്ങനൊരു സാധനം ഉണ്ട് എന്നുള്ളത് പോലീസിൽ നിന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ കോൺഫിഡൻ്റ് ആവില്ലേ? അതാണ് അവർ പറഞ്ഞത്. അവൻ കളിക്കാനല്ലേ വന്നേ, അവൻ്റെ ചാറ്റ് മൊത്തം നോക്കണം. പിന്നെ ഭിന്നശേഷിക്കാരനായ ഒരു യുവാവ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്തൊരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഭിന്നശേഷിക്കാരനായ യുവാവ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പെണ്ണിന് ചാറ്റും ചെയ്ത് കളിയും ചോദിച്ച് ഒരു ഹോട്ടലിൽ കയറി ചെല്ലണം എന്ന് പറയുമ്പോൾ സംഗതി ഓക്കെ, ഡംപ് ആൻഡ് ഡഫാണ്. നമ്മളൊന്നും എന്താ പറയുക, അതിൻ്റെ ആ പോരായ്മ, അവർക്കുള്ള സ്പെഷ്യൽ എബിലിറ്റീസിന് നമ്മളൊന്നും പറയുന്നില്ല. പോരായ്മ എന്ന് പോലും പറയുന്നില്ല, സ്പെഷ്യൽ എബിലിറ്റീസിന് നമ്മളൊന്നും പറയുന്നില്ല. പക്ഷേ കഴപ്പ് മൂത്തിട്ടാണോ പോയേ? കഴപ്പിനാണോ പോയേ? ചോദ്യം അവിടെയാണ്. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അവിടെ ആ ഒരു സൈഡ് കൂടി ചിന്തിക്കണ്ടേ? എസ്പെഷ്യലി ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഇതിനകത്ത് ഈ പറഞ്ഞ തേൻകെണി എലമെൻറ്റ് വരില്ല എന്നൊക്കെ പറയുമ്പോൾ ഡെഫിനറ്റ്ലി അതിനകത്ത് ചാറ്റിനകത്ത് എന്താ സീൻ എന്നുള്ളത് നമ്മൾ അറിയണം. ഓക്കെ, അപ്പം അതായിരിക്കും ചിലപ്പോൾ അവരുടെ കോൺഫിഡൻസ്. അങ്ങനെയാണെങ്കിലോ അവർ നടുവരൽ കാണിച്ചു പോകുന്നതും അല്ലെങ്കിൽ മീഡിയേൻ്റെ മുന്നിൽ ചിരിച്ച് കാണിക്കുന്നതും നല്ല ഫോട്ടോ എടുത്തു എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ഈ ഒരു കോൺഫിഡൻസ്, അതായത് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ഇവരെ ചിലപ്പോൾ ഇത് അറിയിച്ച്, ഒബ്വിയസ്ലി അവർ അറിയിക്കുമല്ലോ, മൊഴിയെടുക്കും, അവരോട് ചോദ്യങ്ങൾ ചോദിക്കും, അവർ ചിലപ്പോൾ ചാറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്ത് കാണും. എനിക്കിത് ഭയങ്കരമായിട്ട് കൂട്ടി വായിച്ചപ്പോൾ തോന്നുന്നത് ഈ വീണ ജോർജ് സാധനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഡെലൂലു തേൻകണി ഐറ്റം വരുന്നത്. ചില മീഡിയാസൊക്കെ ഇത് ഭയങ്കരമായിട്ട് പോർട്രേറ്റ് ചെയ്യുന്നു, ചില പേജുകൾ ഈ സാധനം ഭയങ്കരമായിട്ട് എടുത്തിട്ട് മീമും ട്രോളും ആക്കുന്നു. മറ്റേതിങ്ങനെ താന്നു പോകുന്ന പോലത്തെ ഒരു ഫീൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത്. അപ്പോൾ എവിടെയോ ഒരു ഫൗൾ പ്ലേ, അതായത് ഈ ഒരു കേസ് കുറച്ച് കൂടുതലായിട്ട് പ്രൊജക്റ്റ് ചെയ്യാനും മന്ത്രിയുടെ നാടകം കുറച്ച് കമ്മിയാക്കി കാണിക്കാനും വേണ്ടിയുള്ള ഒരു പരിപാടി നടന്നു എന്നുള്ളൊരു സംശയം ഇതിനകത്തുണ്ട്. ഓക്കെ, കാരണം ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഇതിനകത്ത് തേൻകെണി എലമെൻ്റ് ഇല്ല എന്ന് മീഡിയാസിനോട് പറഞ്ഞിട്ട് ഈ ഇവിടെയുള്ള എല്ലാ മീഡിയാസും ഇത് തേൻകെണിയാണെന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെ? അപ്പോൾ അവിടെ എന്താ ഫൗൾ പ്ലേ? അത് നമ്മൾ ചിന്തിക്കണ്ടേ? പിന്നെ PR വർക്കിൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ ഫേസാണ് ഇപ്പോൾ കേരളത്തിലെല്ലാവരും എല്ലാ സ്ഥലങ്ങളിലും എല്ലാ മേഖലകളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഓബിയസ്ലി ഒരു ന്യൂസ്, ഇവിടുത്തെ മിനിസ്റ്ററുടെ ഡ്രാമ, നാടകം, അബ്സല്യൂട്ട് സിനിമ, ആക്ടിങ്, ഈ സാധനം പുറത്തു വരാതിരിക്കാൻ വേണ്ടി അപ്പുറത്തൊരു സാധനം അടിച്ച് വിട്ടാൽ പോരെ. കാരണം ജെൻസ് ഈസ് ഓൾവേസ് ഇങ്ങനത്തെ ഒരു ട്രോൾ മീം സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ പോലെ അവർ ഈ പറഞ്ഞ പോലെ തല ചൂഴ്ന്ന് എന്താണ് നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് പറ്റിയ നാടകം എന്തായിരുന്നു എന്ന് അന്വേഷിച്ച് പോകുന്നില്ല. അവർ ഡെല്ലൂലു എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണിൻ്റെ പിന്നാലെ പോയിക്കോളും എന്നുള്ളത് അറിയാവുന്ന ആരോ അറിഞ്ഞ് കളിച്ചൊരു കളി. മനസ്സിലായോ? അതിനകത്തൊരു ഇമോഷണൽ സാധനം കൂടി ആവും ഏത് ഭിന്നശേഷിക്കാരനായിട്ടുള്ളൊരു യുവാവ് എന്ന് പറയുമ്പോൾ. ഞാൻ ഇങ്ങനത്തെ ഒരു സിനാരിയോ പറയാം. ഈ ഭിന്നശേഷിക്കാരനായിട്ടുള്ള യുവാവ് ഈ സ്ത്രീക്ക് നിരന്തരമായി മെസ്സേജ് അയക്കുന്നു. ഈ സ്ത്രീയുടെ ഫ്രണ്ട്സിനോട് പറയുന്നു, ഫ്രണ്ട്സിന് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരാണ്. ഈ സ്ത്രീയും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ലഹരി ഉപയോഗിച്ചൊരു ഡി അഡിക്ഷൻ സെൻറ്ററും പരിപാടികളൊക്കെ അങ്ങനത്തെ ഒരു മൂഡിലുള്ള ഒരാളാണെന്ന് വിചാരിച്ചു. ഇവരെല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് ഇവനെ എവിടെയെങ്കിലും വിളിച്ചു കൊടുന്ന് ആറ്റിക്കാമെന്ന് വിചാരിച്ച്. ഓക്കെ, എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇവൻ ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ എബിലിറ്റി ഉള്ള ഒരാളാണെന്ന് മനസ്സിലായി. ഇവനെ പിടിച്ച് ഇവരെ അടിച്ച്, ലഹരിയുടെ മുകളിൽ അടിച്ചതാവാം അല്ലെങ്കിൽ ഈ ദേശത്തിൻ്റെ മുകളിൽ അടിച്ചതാവാം. അടിച്ചതിന് ശേഷം ഇവർക്ക് തോന്നി ഒരു കാര്യം ചെയ്യാം, എന്തായാലും ഇവൻ വന്ന് പെട്ടല്ലേ, കുറച്ച് കാശും പഠിച്ചിട്ട് വിടാം. ഇങ്ങനെയാണ് ഈ സെറ്റപ്പ് എന്നുണ്ടെങ്കിലോ? അവിടെയാണ് ഇവർ ആൻറ്റിസിഡൻസ് അടക്കമുള്ള സാധനങ്ങൾ എടുത്ത് പോലീസുകാർ ചെക്ക് ചെയ്യേണ്ടത്. അത് ചെക്ക് ചെയ്തിട്ടല്ലാതെ പ്രാഥമികമായിട്ടുള്ളൊരു അന്വേഷണം കഴിയാതെ ഇവർ അറസ്റ്റും ചെയ്യില്ല. അറസ്റ്റ് ചെയ്ത സമയത്ത് വധശ്രമത്തിനാണ് കേസെടുത്തത്, തേൻകണിക്ക് എടുത്തിട്ടില്ല. അതും അപ്പോഴും ഒരു എലമെൻ്റ് ഓഫ് ഡൗട്ടായിട്ടേ കിടക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളെ മീഡിയ കാണിക്കുന്നതും മീഡിയയിലൂടെ നമ്മൾ കാണുന്നതും അറ്റ് എ ടൈം രണ്ട് ന്യൂസ് വരുമ്പോൾ അത് ഏത് രീതിയിൽ മറ്റേത് മുക്കുന്നു ഇത് പൊക്കുന്നു എന്നുള്ളതും കൂടി നമ്മൾ ചിന്തിക്കണം എന്നുള്ളതാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതാണ് എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഡെലൂലു കേസിൽ തോന്നിയ എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ. നിങ്ങൾക്ക് ഇനി എന്നേക്കാൾ കൂടുതൽ ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഞാനാണിത് ഏറ്റവും കൂടുതൽ ഡൗട്ട് ചോദിക്കുന്ന ആളെന്നാണ് തോന്നുന്നത് എൻ്റെ ലൈഫിൽ. അപ്പോൾ നിങ്ങൾക്ക് അതിലും കൂടുതൽ ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓബ്വിയസ്ലി ഷെയർ ഇൻ മൈ കമൻറ്റ് ബോക്സ് ഓൺ ആണ്. Okay guys, bye bye.